ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ട്രൂ ഇൻറ്റൻഷൻ ആൻഡ് ദെയർ നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യു എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ഇനി എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കാനായി പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ഡിസിഷനാണ് എടുക്കാൻ പോകുന്നത്, അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓൾ റൈറ്റ്, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്? ഈ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാനായി പോകുന്നത്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്? ഈ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്? ഈ റിലേഷൻഷിപ്പിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, ദ പ്രോസ്പെരിറ്റി ബിഗിൻസ്. ഓക്കെ, വളരെ മിറാക്കുലസ് ആയിട്ടുള്ളൊരു സ്പ്രെഡാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാകാനായി പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടാവാൻ പോകുന്നു. ഓക്കെ, അത്രയും മാജിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. കാരണം ഒരു തവണ പോലും ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു സ്പ്രെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സെയിം സിറ്റുവേഷനിൽ മേ ബി ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സെപ്പറേറ്റഡോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളിൽ ഒരു ചെറിയ മാറ്റം സംഭവിക്കുന്നു. അതായത് നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലംസിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങളുടെ പേഴ്സണ് കഴിയുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇത്രയും നാളുകളായിട്ട് നിങ്ങൾ വളരെയധികം ക്ഷമയോടുകൂടി തന്നെ ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെല്ലാം ഉള്ളൊരു ഫലം നിങ്ങൾക്കിപ്പോൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിന് തന്നെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത്രയും വലിയൊരു മിറാക്കിളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത വലിയൊരു സീക്രട്ട്, ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഉടനെ തന്നെ മനസ്സിലാക്കാനായി പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തരുന്നൊരു മെസ്സേജ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സക്സസ്, ഒരു വിക്ടറി ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അതിലേറെ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തന്നിട്ടുള്ള, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് തന്നിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. എങ്കിൽ പോലും എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു സെപ്പറേഷനോ ഒരു വേദനയോ ഒക്കെയാണ്, അതിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നതെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, മേ ബി ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിരുന്നു. അതൊരു യൂണിവേഴ്സൽ പ്ലാൻ ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആകാൻ പോകുന്നു, അല്ലെങ്കിൽ അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി. അതായത് ഒരു ഒരു വൃക്ഷം അതിൻ്റെ എല്ലാ രീതിയിലും അത് വളർന്ന് വലുതാകണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകണം, ഒരുപാട് പ്രോസസ്സിലൂടെ അത് കടന്നു പോകണം. അതിൻ്റേതായിട്ടുള്ള പ്രതികൂലവും അനുകൂലവുമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെയും അതിന് കടന്നു പോകണം. പക്ഷേ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും ഫലഭൂയിഷ്ഠതയായിരുന്ന ഒരു വൃക്ഷം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധം കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങളുമല്ല, ഇനി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവാൻ പോവുകയാണ്. സോ അത്രയും ഒരു ബാലൻസ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നു. എനിക്ക് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. ഓക്കെ, ഓരോ കാർഡ്സും നമുക്കതാണ് വ്യക്തമാക്കി തരുന്നത്. ഓക്കെ, എന്ത് ക്ലാരിറ്റിയാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് റീഡിങ്. എന്ത് ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ ലഭിക്കാനായി പോകുന്നത്? വാട്ട്
the clarification for this reading. Okay. സോളിറ്റ്യൂഡ്. ഓക്കെ, അതായത് ഇത് റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഏകാന്തത, അതായത് ഈ ഒരു സെപ്പറേഷനിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വ്യക്തി ഒരുപാട് നാളുകളായിട്ട് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് ഒരു മെറ്റീരിയൽ ഹാർവസ്റ്റ്, അതായത് അവർക്ക് കുറേ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് ചില ഫാമിലി ഇഷ്യൂസോ ഫിനാൻഷ്യൽ ഇഷ്യൂസോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം. അതിനെല്ലാം സോൾവ് ചെയ്യാനായിട്ട് അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്ന് ഒരു അകൽച്ചയിൽ പോയിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിലാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ സഡനായിട്ട് ഒരു തടസ്സം ഉണ്ടായിപ്പോയത്. പക്ഷേ ആ ഒരു തടസ്സം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ അതിന് ശേഷവും നിങ്ങൾക്ക് മുന്നിൽ വലിയൊരു പാത്ത് മുന്നോട്ട് കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും ആ പാത്തിലൂടെ ഒന്നിച്ച് തന്നെ ഇനി ലൈഫിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തരുന്ന ഒരു ഗൈഡൻസ്, ആ ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് ഡിസിഷനാണ് എടുക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഈ വ്യക്തി എന്ത് ഡിസിഷനാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് എടുക്കാൻ പോകുന്നത്? ക്ലാരിഫിക്കേഷൻ. ഓക്കെ, യെസ്, ഏഞ്ചൽ ഓഫ് ബാലൻസ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് ആണിത്. സോ അവർ എല്ലാ പ്രശ്നങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എല്ലാ സാഹചര്യത്തെയും അതിജീവിച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മെസ്സേജായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണലിൽ നിന്നുള്ള സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഒരുപാട് തവണ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടായിരുന്നു ഈ വ്യക്തി. പക്ഷേ ഈ ഒരു സമയത്ത് അവർ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് അവരുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അവരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. യെസ്, ഡെഫിനറ്റ്ലി അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ഇംബാലൻസ് സിറ്റുവേഷനാണ് നിങ്ങളുടെ സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തീർത്തും പൂർണ്ണമായിട്ടും മാറിപ്പോകണം എന്ന് തന്നെയാണ്. ആൻഡ് യെസ്, ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആശങ്കപ്പെടുന്നുണ്ട് ഈ വ്യക്തി. അതായത് നിങ്ങൾ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി അത്രത്തോളം ആഴത്തിലുള്ള പ്രണയവുമായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന, അവരുടെ ജീവിതം ഇത്രയധികം മനോഹരമാക്കിയ മറ്റൊരു വ്യക്തിയില്ല. സോ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, റിപ്പീറ്റായിട്ട് ആ ഒരു എനർജി തന്നെയാണ് നമുക്ക് വരുന്നത്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി എന്തോ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ആൻഡ് യെസ്, അതിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വിക്ടറി ഉണ്ടാവും. അതായത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരും. ഈ ഒരു റീഡിങ് ഏതൊരു വ്യക്തി കാണുന്നുണ്ടോ ആ വ്യക്തിയുടെ ലൈഫിൽ തന്നെ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൺടാക്റ്റ് നിങ്ങൾക്ക് വരും. അതായത് ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനോ ആ വ്യക്തി നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനോ, ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ളൊരു മെസ്സേജ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ആൻഡ് യെസ്, ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെ ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അത്രയും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ തന്നെ അവർ മുന്നോട്ട് പോവുകയാണ്. അത്രയും ചിന്തകളിലൂടെ അവർ കടന്നു പോവുകയാണ്. ഈ ഒരു പ്രണയത്തെ അത്രയും പ്രഷ്യസ് ആയിട്ട് അവർ കാണുന്നൊരു വ്യക്തിയാണ്. നിങ്ങളെ ഒരു കിങ് ആയിട്ടോ ക്യൂനായിട്ടോ ഒക്കെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ്. ആൻഡ് ദ സൺ കാർഡ്. ഓക്കെ, ഇനി ഇതിൽ കൂടുതൽ വ്യക്തത നമുക്കൊന്നും തന്നെ കിട്ടാനില്ല. ഈ റിലേഷൻഷിപ്പിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജ് വരാനുള്ള സാധ്യത. അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. നമ്പർ 9, നമ്പർ 1, നമ്പർ 38, 23, 47, 33, 22, 27, 36, 20, number 2, number 6, number 53, 35,
28, number 19, number 12, number 10, 34, 48. റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, ബ്ലാക്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. റെയിൻബോ സയൻസ് ഈ ഒരു സമയത്ത് കാണുന്നവരുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക. വൈറ്റ് കളർ ബേർഡ്സ് അല്ലെങ്കിൽ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ അതും വളരെയധികം മാറ്റങ്ങൾ, ഒരു മാജിക് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിങ്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട്. സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്നവരോ ഉണ്ട്. ഈ വ്യക്തി ഒരു സിംഗർ ആയിരിക്കാം. ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം, ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം, ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം, മെഡിക്കൽ ഫീൽഡ് കാണിക്കുന്നുണ്ട്. ആൻഡ് ലെറ്റർ ഡി, ലെറ്റർ ആർ, ലെറ്റർ ടി, ലെറ്റർ എസ്, ലെറ്റർ എ, ലെറ്റർ എൻ, ലെറ്റർ എൽ, letter I, letter G, letter E, letter H, letter K and letter J. ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ, ഒക്ടോബർ, ജനുവരി മന്ത്, മാർച്ച് മന്ത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിങ്ങിൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.